അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള നിഅമത്ത് അത് എണ്ണാൻ തുടങ്ങിയാൽ തീരൂല. അതുകൊണ്ട് പറയണം എൻ്റെ ഉമ്മമാരെ, പറയണം എൻ്റെ ഉപ്പമാരെ, ഈ സദസ്സിൽ നിന്ന് കഴിഞ്ഞു പോകുമ്പോൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, അല്ലാ എത്രയോ ആളുകളാണ് ഈ സദസ്സിന്റെ അവസാനം നമ്മൾ ദുആ ചെയ്യുന്ന സമയത്ത് എത്രയോ ആളുകളായിരിക്കും ദുആ കൊണ്ട് വസിയത്ത് പറയുക, ഉസ്താദേ മക്കളില്ല നിങ്ങൾ ദുആ ചെയ്യണേ. എത്രയോ മക്കളെയാണ് അല്ലാഹു എനിക്കും നിങ്ങൾക്കും തന്നിട്ടുള്ളത്. വാടക വീട്ടിലാണ്, സ്വന്തമായ ഒരു വീടില്ല. അല്ലാഹു എനിക്കും നിങ്ങൾക്കും സ്വന്തമായിട്ട് ഒരു വീട് തന്നില്ലയോ? അതുപോലെ തന്നെ ക്യാൻസർ രോഗമാണ്, അതുപോലെ തന്നെ മറ്റ് അസുഖങ്ങളാണ്, പ്രയാസമാണ്, കടങ്ങളാണ്. എത്രയോ പേരാണ് ദുആ വസിയത്ത് പറയുന്നത്. ആ സമയത്ത് ഞാനും നിങ്ങളും ചിന്തിക്കണം, എൻ്റെ ഉമ്മമാരെ, എൻ്റെ ഒപ്പമാരെ, നമുക്ക് അല്ലാഹു തന്നിട്ടുള്ള നിഅമത്ത് എത്രയോ വലുതാണ്. ചെറുതാണെങ്കിലും കയറി കിടക്കാൻ ഒരു വീട് എനിക്കും നിങ്ങൾക്കും അല്ലാഹു തന്നിട്ടില്ലയോ? അതുപോലെ തന്നെ മക്കളെ തന്നില്ലയോ? കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി, 25 വർഷമായി ഉസ്താദേ മക്കളില്ല ദുആ ചെയ്യണം. എത്രയോ പേരാണ് ദുആ വസിയത്ത് പറയാറുള്ളത്. നമുക്ക് അല്ലാഹു തആല തന്നില്ലയോ? ആരോഗ്യമുള്ള 1, 2, 3, 4 മക്കളെ തന്നില്ലയോ? അൽഹംദുലില്ലാ പറയണ്ടേ, അൽഹംദുലില്ലാ പറയണ്ടേ. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, വഇൻ തഉദൂ നിഅമതല്ലാഹി ലാ തുഹ്സൂഹാ. അല്ലാഹു എനിക്കും നിങ്ങൾക്കും തന്നിട്ടുള്ള നിഅമത്തുകളുണ്ടല്ലോ, അനുഗ്രഹങ്ങളുണ്ടല്ലോ, അതെല്ലാം 1, 2, 3, 4 എന്ന് പറഞ്ഞ് എണ്ണാൻ തുടങ്ങിയാൽ അത് തീരില്ലടോ, അത് തീരില്ലടോ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ പറയുകയാണ്.